1924 സ്ഥാപിതമായ ഇറ്റാലിയൻ ഫിലിം കോർപ്പറേഷനായ ഇൻസ്റ്റിറ്റ്യൂട്ടോ ലൂസിന്റെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടകൻ ബെനിറ്റോ മുസോളിനി. വേദിയുടെ ബാക്ക്ഡ്രോപ്പായി ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന മുസോളിനിയുടെ ഒരു ഭീമൻ കട്ടൗട്ട്, ഒപ്പം ഒരു കുറിപ്പും. സിനിമാറ്റോഗ്രഫി ഏറ്റവും ശക്തമായ ആയുധം. ശരിയാണ്, ഇമേജുകൾക്ക് മാരകമായ പ്രകരശേഷിയുണ്ട്. അത് ജനങ്ങളെ സ്വാധീനിക്കും. ഹിറ്റ്ലറിന്റെ ജർമ്മനിയിലും അത് നമ്മൾ കണ്ടതാണ്. നാസിസം ഒരു പകർച്ചവ്യാധി കണക്കിന് ജർമ്മനിയെ ബാധിച്ചതിന് പിന്നിൽ ഇമേജുകളുടെ സ്വാധീനം കാണും. അതാണ് ഹിറ്റ്ലറിനെ നായകനാക്കിയത്, ജൂതന്മാരെ വില്ലന്മാരാക്കിയത്. ഇതിനൊപ്പം സെൻസർഷിപ്പ് കൂടിയാകുമ്പോൾ ഭരണകൂടത്തിന് ഏറാൻ മൂളുന്ന ശബ്ദങ്ങൾ മാത്രം പുറത്തെത്തി. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. പറഞ്ഞു വരുന്നത് പ്രൊപ്പഗണ്ട സിനിമകളെ പറ്റിയാണ്. നമുക്ക് ഇന്ന് ആ വാക്ക് അത്രമേൽ പരിചിതമാണ്. 2014 ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തീവ്ര വലതുപക്ഷത്തിന്റെ സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി എത്ര ചിത്രങ്ങൾ ഉണ്ടായെന്ന് ഊഹിക്കാമോ? എത്ര ചരിത്ര സംഭവങ്ങൾക്കാണ് കാവ്യ രാഷ്ട്രീയത്തിന്റെ ഭാഷയും ആഖ്യാനവും നൽകാൻ ശ്രമിച്ചതെന്ന് അറിയാമോ? കണക്കെടുത്താൽ ഈ പട്ടികയിൽ നിരവധി ചിത്രങ്ങൾ കാണാം. PM നരേന്ദ്രമോദി, മോദിയുടെ ബയോപിക് ദ താഷ്കന്റ് ഫയൽസ്, മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശ്രമം, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, ശത്രുവിനെ കടന്നാക്രമിക്കുന്ന പുതിയ ഇന്ത്യയുടെ അവതരണം, ദ കശ്മീർ ഫയൽസ്, കശ്മീരി പണ്ഡിറ്റുകളെ മറയാക്കി ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം, ദ കേരള സ്റ്റോറി, കേരളത്തിൽ നിന്ന് ആയിരങ്ങൾ ഐഎസിലേക്ക് ഒഴുകുന്നു എന്ന വ്യാജ പ്രചാരണം, ഗാന്ധി ഗോഡ്സെ ഏക് യൂത്ത്, ഗോഡ്സെയും ഹിന്ദുത്വവും അഖണ്ഡ ഭാരതവും നിറഞ്ഞ കഥ, സ്വതന്ത്രവീർ സവർക്കറെ വെള്ളപൂശാനുള്ള ശ്രമം, ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തി തന്നെ സബർബന്ദി റിപ്പോർട്ട്, ആക്സിഡന്റ് ഓർ കോൺസ്പിറസി, ഗോദ്ര എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ, മാസ് കൊമേഴ്ഷ്യൽ ഫ്ലേവറിനുള്ളിൽ അന്ന് മോദിയും യോഗിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന അലമുറയിടുന്ന ദുരന്തം, ഏറ്റവും ഒടുവിൽ NIA പോലും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന സംഘപരിവാർ വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് കേരള സ്റ്റോറി 2, പ്രച്ഛന്ന വേഷങ്ങളിൽ മറ്റു പല ചിത്രങ്ങൾ.